വീണ്ടും ഒരു തിരുവോണം. കേരളം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള മലയാളികൾ ഓണ ലഹരിയിലാണ്. ഇത്തവണ ചിങ്ങത്തിൽ തിരുവോണം നാൾ വന്നത് അവസാനമാണ്. അതിനാൽ ചിങ്ങത്തിലെ ചതയാഘോഷം പത്തോണത്തിൽപ്പെടാതെ ആദ്യം വന്നു. അതുകൊണ്ട് ചതയാഘോഷം വലിയ പൊലിമയൊന്നുമില്ലാതെ കടന്നുപോയി. വയനാട്ടിൽ നടന്ന സമാനതകളില്ലാത്ത ദുരന്തം ഇത്തവണത്തെ ഓണത്തെ സാരമായി ബാധിച്ചിട്ടുണ്ട്. നെഹ്റു ട്രോഫി വള്ളം കളിയും ഓണം വാരാഘോഷവും ഒഴിവാക്കാൻ അന്ന് തന്നെ സർക്കാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ ലക്ഷങ്ങൾ മുടക്കി മുന്നൊരുക്കങ്ങൾ തുടങ്ങി കഴിഞ്ഞതിനാൽ നെഹ്റു ട്രോഫി ഉപേക്ഷിക്കുന്നത് പ്രായോഗികമല്ലെന്ന് കണ്ട് അത് നടത്താൻ പിന്നീട് അനുമതി നൽകി. ദുരന്തങ്ങളെ ഓർത്ത് ഒതുങ്ങിയിരുന്നാൽ ജീവിതം മുന്നോട്ടു പോകില്ല, ആവേശം നിറച്ച് ജീവിക്കണം. ഇതാണ് ഓരോ ആഘോഷത്തിൻ്റെയും മനഃശാസ്ത്രം. 2 പ്രളയങ്ങളെയും കോവിഡിനെയും സധൈര്യം നേരിട്ട കേരളം ഓണം ആഘോഷിച്ച് മുന്നേറുകയാണ്. എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും മറ്റ് ജോലിസ്ഥലങ്ങളിലും പൂക്കളങ്ങളും പുതുവസ്ത്രങ്ങളും ഓണക്കളികളും ഓണസദ്യയും ഒക്കെയായി ആഘോഷത്തിൻ്റെ നിറവിലാണ്. വഴിയോരങ്ങളിൽ ചെറുകിട കച്ചവടക്കാർ ആവേശത്തിലാണ്. മഴ വലിയ ശല്യം ചെയ്തില്ല. അരളിക്ക് കിട്ടിയ ചെറിയ പേരുദോഷം പക്ഷേ വിലയിൽ കണ്ടില്ല. പൂവിപണിയിൽ അരളി ഇപ്പോഴും മുന്നിൽ തന്നെയായിരുന്നു. ഇൻസ്റ്റൻറ്റ് ഓണസദ്യകളുമായി കാറ്ററിംഗ് ഗ്രൂപ്പുകളും ഹോട്ടലുകളും പതിവ് പോലെ കളം പിടിച്ചിട്ടുണ്ട്. പക്ഷേ ഓണക്കിറ്റ് ഇത്തവണ മഞ്ഞക്കാർഡുകാർക്ക് മാത്രമായി ഒതുങ്ങിപ്പോയി. ശനിയും ഞായറുമായി ഉത്രാടവും തിരുവോണവും വന്നത് വല്ലാത്തൊരു പ്രഹരമായിപ്പോയി. അവധികൾ എത്രയാണ് നഷ്ടപ്പെട്ടത്. ഇനി വരുന്ന നവരാത്രിയും ഇതുപോലെ ശനിയും ഞായറും കവർന്നുകൊണ്ട് പോവുകയാണ്. എല്ലാ മലയാളികൾക്കും ഇന്ത്യൻ ഇൻസ്പയേഴ്സിൻ്റെ ഹൃദ്യമായ ഓണാശംസകൾ.